ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് കോഴ്സിനെ കുറിച്ചിട്ടൊന്നുമല്ല, ഷിപ്പിൻ്റെ സർവീസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ സർവീസിന് കൊടുക്കാറുണ്ട് അല്ലേ, വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഈ 365 ദിവസവും വെള്ളത്തിലൂടെ പോകുന്ന ഈ കപ്പലിന് സർവീസും കാര്യങ്ങളൊന്നും ആവശ്യമില്ലേ? ഇപ്പോൾ സർവീസൊക്കെ ചെയ്യേണ്ട വന്നാൽ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ സർവീസ് ചെയ്യുന്നത് എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ. എനിക്കൊക്കെ മുന്നേ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ കപ്പലിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഈ നടുക്കടലിൽ നിന്ന് വെള്ളത്തിൽ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ മെർച്ചൻ്റ് നേവിയിലേക്ക് ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണ്, ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, അതുപോലെ എന്താണ് മെർച്ചൻ്റ് നേവി എന്നൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. നാട്ടിലെ വാഹനങ്ങളൊക്കെ സർവീസിന് കൊടുക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്തെങ്കിലും വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് സർവീസിന് കൊടുക്കുന്ന വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ 365 ദിവസം കപ്പൽ വെള്ളത്തിലൂടെയാണ് ഓടുന്നത്. ഈ കപ്പലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ നടുക്കടലിന് സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കംപ്ലൈൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് അവർ റിപ്പയർ ചെയ്യുക എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പം ഇതുപോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ സർവീസിന് കൊടുക്കുന്നത് പോലെ ഷിപ്പും സർവീസ് ചെയ്യിക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട്. അതിനെയാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഓരോ കപ്പലും 5 വർഷം കൂടുന്തോറും ഫിറ്റ്നസ് റിന്യൂവൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഫിറ്റ്നസ് റിന്യൂവലിന് വർക്ക്ഷോപ്പിൽ കയറ്റുന്ന സമയത്താണ് ഷിപ്പിൻ്റെ വെള്ളത്തിൽ വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, താഴ്ഭാഗത്തിൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഷിപ്പിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഫുൾ ഷിപ്പിൻ്റെ അടിഭാഗങ്ങളൊക്കെ അവർ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ കടലിൽ വെള്ളത്തിലൂടെ ഓടുന്ന ഷിപ്പിനെ കരയിൽ കയറ്റി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഡ്രൈ ഡോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ കപ്പലും ഡ്രൈ ഡോക്കിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഓരോ കപ്പലിനും ഓരോ തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2 തരത്തിലുള്ള ഡ്രൈ ഡോക്സ് ആണ് വരുന്നത്. ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കും ടാങ്ക് ടൈപ്പ് ഡ്രൈ ഡോക്കും. ഈ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പല് വെള്ളത്തിൽ തന്നെ ഫ്ലോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ഈ കപ്പലിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന പ്ലാറ്റ്ഫോം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടാങ്ക് ടൈപ്പ് ഡ്രൈ ഡോക്കാണ്. ഇതിലെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കരയോട് അടുപ്പിച്ചിട്ട് ഒരു വലിയ ടാങ്ക് ഉണ്ടാകും. ആ ഒരു ടാങ്കിലേക്ക് ഡ്രൈ ഡോക്ക് ചെയ്യേണ്ട ഷിപ്പിന, വർക്ക്ഷോപ്പിലേക്ക് കയറ്റേണ്ട ഷിപ്പിന ആ ഒരു ടാങ്കിലേക്ക് കയറ്റി വെക്കും. ഷിപ്പിന്റെ ബാക്ക് സൈഡ് വരുന്ന ടാങ്കിന്റെ ബാക്ക് സൈഡുള്ള ഡോർ ഉണ്ട്, ഹൈഡ്രോളിക് ഡോസ് ആണ്, വലിയ ഹൈഡ്രോളിക് ഡോസ്. അത് ക്ലോസ് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ടാങ്കിലുള്ള വെള്ളം ഒക്കെ പുറത്തേക്ക് കളയും. എന്നിട്ടാണ് ബാക്കി അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡ്രൈ ഡോക്കിനെ കയറ്റി കഴിഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഷിപ്പിന്റെ ഹൾ ഭാഗത്തും ക്ലീൻ ചെയ്യും, അതുപോലെ പ്രൊപ്പല്ലർ ക്ലീൻ ചെയ്യും, റഡാർ ക്ലീൻ ചെയ്യും, ഫുള്ളായിട്ട് ഷിപ്പിനൊന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഷിപ്പിൻ്റെ താഴ്ഭാഗം അടിഭാഗം ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ ആനോഡ് ചേഞ്ച് ചെയ്യും. എന്തെങ്കിലും പൈപ്പും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും, വെൽഡിങ് ചെയ്യും. അതുപോലെ ഈ ഒരു ഷിപ്പിൻ്റെ എൻജിനും അതുപോലെ ജനറേറ്ററും ഡീകാർബ് ചെയ്യും. എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇലക്ട്രിക്കൽ റിപ്പയർസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഷിപ്പിൽ പൊതുവായിട്ട് ഒരു ഡ്രൈ ഡോക്കിന് കയറ്റുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്. ഷിപ്പ് ഡ്രൈ ഡോക്ക് ചെയ്യുന്ന സമയത്ത് ജനറേറ്റർ റണ്ണ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഇവർ ഷോറിൽ നിന്നാണ് എടുക്കുന്നത്. ഓയിൽ ടാങ്കർ ആണെങ്കിൽ ഗ്യാസ് ഫ്രീ ചെയ്തതിന് ശേഷം ടാങ്ക് ഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ നടത്തും, എന്തെങ്കിലും ക്രാക്കോ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ ഈ ഒരു ഡ്രൈ ഡോക്കിൻ്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് വെയർ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഡ്രൈ ഡോക്കിനെ ഒരു ഷിപ്പ് കയറുന്ന സമയത്ത് പൊതുവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഓരോ ഷിപ്പിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോ ഷിപ്പ് ഡ്രൈ ഡോക്ക് ചെയ്യിക്കുന്നത്. അത് ഓരോ ഷിപ്പിൽ നിന്ന് ഓരോ ഷിപ്പിലേക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഷിപ്പിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ബാക്കി ഡ്രൈ ഡോക്കിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറുതായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡ്രൈ ഡോക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഷിപ്പിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഓരോ ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ഷിപ്പിൻ്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഷിപ്പിലേക്ക് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ സർവീസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒരു ഷിപ്പിൽ നിന്ന് ഒരു ഷിപ്പിലേക്ക് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും.
അപ്പം മെർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും മെർച്ചൻ്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക് യു.